കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ആ ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. നിന്തിരുവടി വിപ്രശാപത്തെ കളവതിന്നന്തരമേതുമില്ല സമർത്ഥനെന്നാകിലും സാമർഥ്യമില്ലെന്നതു ഭാവിച്ചു വാഴും തവ കോമളപാദ പത്മം വിരിഞ്ഞു വാഴ്വാനൊട്ടും സാമർഥ്യമെനിക്കില്ല സച്ചിദാനന്ദമൂർത്തി. കാമദ തവ ദേകാലം കൃതമാല്യഗന്ധവസ്ത്രഭോജനുച്ഛിഷ്ടദാസ്യ കർമ്മങ്ങൾ കൊണ്ടും എത്രയും തപോവൃത്തിയാകാതി കർമ്മത്താലും തന്മായാഹീനന്മാരായി ത്വൽപാദാംബുജം ചേർന്നിട്ടുത്ഭവമൃതി ദുഃഖം തീർക്കുന്നു മുനിമാരും. ഞങ്ങളുമിക കർമ്മ വിഭ്രമചിത്തന്മാരായി മംഗലനാകം ഭവദ്വാർത്ത കീർത്തന ധ്യാനം എന്നിവ ചെയ്തുകൊണ്ടും ദുസ്തരമായിടുന്ന നിന്നുടെ മായാതമസംസാരം കടക്കുന്നു. ഉദ്ധവവാക്യമേവം കേട്ടോരു ഭഗവാനും ബദ്ധമോദേന പ്രിയവൃദ്ധ്യനാമുദ്ധവനെ സത്വരം ഏകാന്തമായി വിളിച്ചിട്ടരുൾ ചെയ്തു. സത്യമായതു പറഞ്ഞിടുവൻ കേട്ടുകൊള്ളുക. ബ്രഹ്മാദിദേവഗണം സ്വർഗകാംക്ഷിതന്മാരായി നമ്മോടു ദേവകാര്യം മുന്നമിങ്ങറിയിച്ചാർ. ബ്രഹ്മാവർത്തിച്ച കാര്യമൊക്കെയും സാധിപ്പാനായി നമ്മുടെ മായയാലേ ഞാൻ അവതരിച്ചിട്ടു. ദേവകാര്യങ്ങളെല്ലാം സാധിച്ച വഴി പോലെ ഭൂഭാരമായതിപ്പോൾ യാദവകുലമതോ ബ്രാഹ്മണ ശാപത്തിനാൽ യാദവ വീരന്മാരെ തമ്മിൽ കൊല്ലിച്ചു നശിപ്പിച്ചു. ദ്വാരകാപുരം അമ്പുതു മുക്കിക്കളഞ്ഞി കണ്ട ലോകമെല്ലാം മംഗലവിഹീനമായി വന്നിടുമറിക നീ. നമ്മാലും മകേതലം ത്യജിക്കപ്പെടും നേരം ധർമ്മഹീനരായി വരും ജനങ്ങൾ കലിയിങ്കൽ.
നിർമ്മല ഭക്തന്മാരായി മേവുന്ന സാധുക്കൾക്കു മംഗലം വരും, കലിദോഷവും വരാനൂനം. സജ്ജനബന്ധനമായിരിക്കും സ്നേഹത്തെയും ത്യജിച്ചു, സർവം നീയുമെങ്കൽ പ്രാപിച്ചു മനം വഴിയേ. സമദൃക്കായി വിചരനായി കൊണ്ടുടൻ അഴലിനിയെ മനോവാക്കു ചക്ഷുസ്സുകളാൽ ഗ്രഹിക്കും നാനാർത്ഥമായിരിക്കുന്നതിനെയും ഗ്രഹിക്കാനശ്വരമിതെന്നു നീ വഴി പോലെ. മായാമാനസത്തോടു യുക്തനാകുന്ന പുമാൻ നാനോത്തഭ്രമാൽ ഗുണദോഷേഷു കൃതനായി കർമ്മവും പിന്നെ വികർമ്മമെന്നിങ്ങനെ കർമ്മണ ഗുണദോഷ ബുദ്ധിഭേദങ്ങളോടും കൂടുക കൊണ്ടിന്ദ്രിയ ഗ്രാമ സംയുക്ത ചിത്ത നാടകമാടിക്കൊണ്ടു വാഴുമായതുമൂലം ഇക്കണ്ട ജഗത്തെല്ലാം ഈശ്വരമയമായി നിൽക്കുന്നൊരാത്മാവിങ്കൽ ജ്ഞാന വിജ്ഞാനയുക്ത ആത്മതുല്യാനുഭവതുഷ്ടരായുള്ളവർക്കില്ലാത്മീയ കാര്യങ്ങൾക്കു വിഘ്നമെന്നറിഞ്ഞാലും ദോഷഗുണോഭയങ്ങൾ രണ്ടിനുമതീതനായി പാഴായ നിഷേധകർമ്മങ്ങളിൽ നിവർത്തനായി നല്ലൊരു ഗുണബുദ്ധിയോടു ചെയ്യേണ്ടതെല്ലാം അല്ലലില്ലാതെ ബാലൻ ചെയ്യുന്ന പോലെ ചെയ്യുക. പാരാതെ സർവഭൂത സുഹൃത്തായി ശാന്തനായി ചാരുവിജ്ഞാനജ്ഞാന നിശ്ചയനായി കൊണ്ടു എൻ മായയായിരിക്കും വിശ്വത്തെ കണ്ടു നന്നായി തന്നുള്ളിലിതു മതാത്മകമായി നിരൂപിച്ചു തുല്യദർശനനായി ദേഹാദി പ്രപഞ്ചങ്ങളെല്ലാമേ മായാമയമെന്നുള്ളിലറിവോടോ സമബുദ്ധിയായി പെരുമാറുക നീയുമെന്ന് ഭഗവാൻ അരുളി ചെയ്തതു കേട്ടൊരു ശേഷം കേട്ടാലും നൃപോത്തമാ ഭഗവദ്വാക്യം കേട്ടു ശ്രേഷ്ഠനാമുദ്ധവനും വന്ദിച്ചു ചോദിച്ചതു യോഗയോഗേശ യോഗാത്മകനായിടുന്നാദാ കേവലം ഭവാൻ എന്നോടരുളി ചെയ്തതോർത്താൽ സംഘത്തെ കളവാനായുള്ള സന്യാസ ചിഹ്നം സംഘികളായ വിഷയാത്മാക്കൾ കാമങ്ങളെ ത്യാഗം ചെയ്തിടുവതെന്നോർത്താൽ ദുഷ്കരം തന്നെ. ഭോഗപാശത്താൽ അവനിവനെന്നതും പിന്നെ എന്റെ എന്നതും ജനിക്കുന്നതും മൂഢാത്മാവായി നിന്റെ മായയാൽ ആത്മാവിങ്കൽ ബന്ധനം കൊണ്ടു നിന്റെ മായയാൽ ആത്മാവിങ്കൽ ബന്ധനം കൊണ്ടും നിന്തിരുവടി അരുൾ ചെയ്തിരിക്കുന്ന തത്വം ചിന്തിച്ചിട്ടറിഞ്ഞനുഭവിച്ചു കൊണ്ടിടുവാൻ
അന്തരംഗത്തിലോർത്താൽ എത്രയും അസാധ്യമെന്ന് അന്തർമാനസത്തിങ്കൽ തോന്നുന്നിതെനിക്കിപ്പോൾ. ബ്രഹ്മാവാദികളായ ദേവകൾ ഭഗിരർത്ഥകർമ്മികളായിത്തവ മായയാ മോഹിച്ചേറ്റം ചിത്തവിഭ്രമന്മാരായ തത്വത്തെ അറിയാതെ അത്തൽ പൂണ്ടുഴലുന്നു സംസാരമഗ്നന്മാരായി. യാതൊരു സൂക്ഷ്മയുക്തി കൊണ്ടു നിന്തിരുപാദം, യാതൊരു സൂക്ഷ്മയുക്തി കൊണ്ടു നിന്തിരുപാദം ചേതസിലെറിയുന്നു. യാതൊരു നിസംഗത്താൽ സംസാര തൃപ്തന്മാരായി ജ്ഞാനഹീനരായുള്ള സംസാരി ശ്രേഷ്ഠന്മായിരിക്കും ജനങ്ങളും. സത്സംഗം കൊണ്ടും സൂക്ഷ്മസുക്തി ചിന്തനം കൊണ്ടും ചിൽസ്വരൂപനാനവദ്യനായ അനന്തനായി അനന്തപാരനായിട്ടേശനായി സർവജ്ഞനായ അനന്തഗുണവാനായി നരനാരായണനായിരിക്കും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. യാതൊരപമാന്മാർക്കും ഇങ്ങനെ പ്രയാസമായി മുന്നം ചൊല്ലിയ സംഘമിങ്ങനെ കളയുന്നതെന്തുപായത്താലെന്നും എന്നോടിങ്ങരുൾ ചെയ്യുക. സംസാര തൃപ്തന്മാരായ ജ്ഞാനഹീനരായുള്ള സംസാരി ശ്രേഷ്ഠന്മായിരിക്കും ജനങ്ങളും. സത്സംഗം കൊണ്ടും സൂക്ഷ്മസുക്തി ചിന്തനം കൊണ്ടും ചിൽസ്വരൂപനായ നവദ്യനായ അനന്തനായി അനന്തപാരനായിട്ടീശനായി സർവജ്ഞനായ അനന്തഗുണവാനായി നരനാരായണനായിരിക്കും ഭഗവാനേ ശരണം പ്രാപിക്കുന്നു. യാതൊരു പുമാന്മാർക്കും ഇങ്ങനെ പ്രയാസമായി മുന്നം ചൊല്ലിയ സംഘമെങ്ങനെ കളയുന്നതെന്തുപായത്താലെന്നും എന്നോടിങ്ങരുൾ ചെയ്യുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷം ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ, ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ, ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവം കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി.
സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉത്തമോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.